നിന്റെ അമ്മയ്ക്ക് ഈ ബന്ധം ഇഷ്ടമല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവളുടെ അച്ഛനും അമ്മയും സമ്മതിക്കത്തില്ല. പ്രത്യേകിച്ച് അവളുടെ അച്ഛൻ. അങ്കിള് ആത്മാഭിമാനമുള്ള ആളാ. അതൊക്കെ എനിക്കറിയാം. പക്ഷെ നീ പലപ്പോഴും എന്നെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിനക്കൊന്നും തോന്നരുത്. അവളോട് നിനക്കെന്തെങ്കിലും ഇഷ്ടമുണ്ടോ? നീ എന്താണ് അങ്ങനെ പറഞ്ഞത്? അല്ല, നിനക്ക് നിസ്സാരമായിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന വിഷയമാണ് ഇത്. പക്ഷെ നീ അത് സോൾവ് ചെയ്ത് തരുന്നില്ല. പിന്നെ ആർക്കായാലും അങ്ങനെ ഒരു സംശയം തോന്നുമല്ലോ. ഇങ്ങനത്തെ സംസാരമായിട്ട് വരുവാണെങ്കിൽ ഞാനിതിൽ ഇടപെടുന്നില്ല. എടാ, ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതല്ലേ, നീ അത് കാര്യമാക്കണ്ട. എടാ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. അവളുടെ 2 ചേച്ചിമാരും നിന്റെ വീട്ടിലുണ്ട്. അതിൽ ഒരാള് പ്രശ്നക്കാരിയാണെന്ന് എനിക്കറിയാം. പക്ഷെ നന്ദു അവളുടെ അച്ഛനെയും അമ്മയെക്കാളും സ്നേഹിക്കുന്നത് നയനേച്ചിയെ. അങ്ങനെയുള്ള നയനയോട് നിനക്ക് വിവരം പറഞ്ഞൂടെ? അയ്യോ, ഏടത്തിയോട് ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കത്തില്ല. എടാ, ആദ്യം നന്ദുവിന് ഇഷ്ടമാണോ അല്ലയോ എന്ന് അറിയണം. അത് കഴിഞ്ഞ് ബാക്കിയുള്ളവരോട് ഈ കാര്യം പറഞ്ഞാൽ മതി. ഒന്നാമത് നിന്റെ അമ്മയുടെ സ്വഭാവം നയനടുത്തേക്ക് നന്നായിട്ട് അറിയാം. ശരി, എന്നാ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. പക്ഷേ ഇതിനൊരു അവസാനം വേണം. എന്നും ഇങ്ങനെ ഇക്കാര്യവും പറഞ്ഞ് നിന്നെ ബുദ്ധിമുട്ടിക്കുന്നതും സ്വയം ബുദ്ധിമുട്ടുന്നതും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിടാ. ശരിയെന്ന്. ചുരിദാർ ഇട്ടപ്പോഴേ നിനക്ക് പ്രായം കുറഞ്ഞ പോലെ ആദ്യമായിട്ട് നിന്നെ ഞാൻ കാണുന്നത് ഈ വേഷത്തില്. അന്ന് നമ്മൾ തമ്മിൽ വഴക്കുണ്ടാവുന്നത്. അതെ, ഒരു 1.5 വഴക്കായിരുന്നു അല്ലേ? എന്റെ ജീവിതത്തിലെ ഞാൻ കണ്ട ഏറ്റവും അഹങ്കാരിയായ പെണ്ണായിരുന്നു അന്ന് നീ. ആ അഹങ്കാരി ഇന്ന് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗമായി മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെയാ തിരിച്ചു. ഞാൻ കണ്ട ഏറ്റവും വലിയ വാശിക്കാരനും ദേഷ്യക്കാരനുമായിരുന്നു അന്ന് ആദർശേട്ടൻ. മുത്തശ്ശനും മുത്തശ്ശിയും ഇടയ്ക്ക് പുരോഹിതനെ കാണാറുണ്ട്. അദ്ദേഹം നടത്തുന്ന പ്രവചനങ്ങളൊക്കെ സത്യമാവാറാണ് പതിവ്. എന്റെ കല്യാണത്തിന് മുമ്പ് എപ്പോഴും പുരോഹിതൻ പറയുമായിരുന്നു, അനന്തപുരി തറവാടിനെയും എന്നെ നന്നായി നയിക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയായിരിക്കും എന്റെ ഭാര്യയായിട്ട് വരുന്നതെന്ന്. പിന്നീട് നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്തെ പുരോഹിതൻ പറഞ്ഞ തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയായിരുന്നല്ലോ നമ്മുടെ തുടക്കം. എന്നിട്ട് ഇപ്പൊ തോന്നല് മാറിയോ? അതെ, മാറിയെന്ന് മാത്രമല്ല, എനിക്ക് വേണ്ടി ദൈവങ്ങൾ നിന്നെ കരുതി വെച്ച പോലെ എനിക്കിപ്പോ തോന്നുന്നത്. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? അതെ, തിരിച്ചു വരുമ്പോഴേക്ക് നാടകം പൊളിയോ? അപ്പച്ചി അഭിയും നബിയൊക്കെ ബെഡ് കണ്ട അപ്പൊ ഉറങ്ങുന്നവരാ. അതുകൊണ്ട് അവരെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാ പിന്നെ നമുക്ക് പോവാം. അമ്മ ഇവിടെ ഇരിക്കായിരുന്നു. നിങ്ങൾ പുറത്തു പോകുന്നു പറഞ്ഞില്ലേ, അതുകൊണ്ടാ ഇവിടെ ഇരുന്ന്. നിങ്ങൾ പൂട്ടിയിട്ട് പോകുമായിരുന്നല്ലോ അമ്മേ. നിങ്ങൾ പൂട്ടിക്കൊണ്ട് പോയിക്കോ, പക്ഷെ അധികം വൈകരുത്. പെട്ടെന്ന് വരാൻ നോക്കണം. ഞാൻ പറഞ്ഞതാ അമ്മേ, പോണ്ടാന്ന്. കുഴപ്പമില്ല മോളെ, മുറിക്കകത്തിരുന്ന് ഇവന് വല്ലാതെ ശ്വാസം മുട്ടി കാണും. നിങ്ങൾ പുറത്തു പോയി കാറ്റൊക്കെ കൊണ്ടിട്ട് വാ. അമ്മ ഏതായാലും കിടന്നില്ലല്ലോ, എന്നാ പിന്നെ അമ്മയും കൂടെ പോരെ. നിങ്ങൾ 2 ആളും ഒന്നിച്ചു പോണമെന്നാ പ്ലാൻ ചെയ്തേ. ഇനിയിപ്പോ അതിന്റെ ഇടയ്ക്ക് ഞാൻ വലിഞ്ഞേറി വരുന്നില്ല. അങ്ങനൊന്നും ഇല്ലമ്മേ. ഇല്ലെങ്കിൽ ശരി, നിങ്ങൾ 2 പേരും കൂടി പോയിട്ട് വന്നാ മതി. ഇതൊരു കണക്കിന് ഒരു പിള്ളേരുകളി പോലെയാ. പക്ഷേ ഇന്നും അഭിയോട് ജലജ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. നമുക്ക് എന്തൊക്കെ തിരിച്ചടി ഉണ്ടായെന്ന് പറഞ്ഞാലും അതിലും വലിയ തിരിച്ചടിയാണ് ദേവയാനിക്കും മോനും കിട്ടിയതെന്ന്. അവന് ഇതുവരെ ജയിലിന് പുറത്ത് വന്നില്ലല്ലോ എന്നൊക്കെയാ അമ്മയും മോനും കൂടി പറഞ്ഞോണ്ടിരിക്കുന്നത്. അവരൊക്കെ കുറച്ചുകൂടി സന്തോഷിക്കട്ടെ. അത് മാത്രമല്ല, അഭിയെ ജയിലിൽ കിടത്തിയതിന് ദൈവം നിനക്കെന്ന ശിക്ഷയാ നിന്റെ ജയിൽവാസം എന്നൊക്കെ നവ്യ അവസരം കിട്ടുമ്പോഴൊക്കെ പറയുന്നുണ്ട്. ആ നിലയ്ക്ക് അവരുടെ മനസ്സ് പഠിക്കാൻ ഇത് നല്ലൊരു അവസരം. ഞങ്ങളും അത്രേ കാണുന്നുള്ളൂ അമ്മേ. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാമേ. ശരി മക്കളെ, പുറത്തുനിന്ന് പൂട്ടിക്കോ. ശരി. ശരി അമ്മേ. നമ്മുടെ ലൈഫ് തുടങ്ങിയ ശേഷം ഇതുവരെ വളരെ നന്നായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഓർത്തു വെക്കാൻ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മളെ തേടി വന്ന ഒരുപാട് സംഭവങ്ങൾ. ആദർശേട്ടൻ പോയ ശേഷം ഭയങ്കര ബോറിംഗ് ആയിരുന്നു. പിന്നെ വിളിക്കാതെ ആയപ്പോ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. ഇത്രയും ആൾക്കാരുണ്ടായിട്ടോ? ആരടുത്തുണ്ടായാലും എന്റെ ഭർത്താവ് അടുത്തില്ലല്ലോ. ആദർശേട്ടാ, നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോണം. പാവം അമ്മ ഉറങ്ങാതെ കാത്തിരിക്കായിരിക്കും. ഇനി ഉറങ്ങിക്കോളാൻ നമ്മളെ പറഞ്ഞാണല്ലോ. എന്നാലും നമ്മൾ തിരിച്ചു ചെല്ലാതെ ഉറങ്ങുന്ന എനിക്ക് തോന്നുന്നില്ല. അമ്മയ്ക്ക് നീ എത്രയും പെട്ടെന്ന് അമ്മയായി കാണണം. പേരക്കുട്ടിയെ മടിയിലിരുത്തി കൊഞ്ചിക്കണം. അതുകൊണ്ട് നിന്റെ കാര്യത്തിൽ ഇത്രയും ശ്രദ്ധ കാണിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല ആദർശേട്ടാ, ഞാൻ കരള് ദാനമായിട്ട് കൊടുത്തതിന് ശേഷം അമ്മ എന്നെ ശരിക്കും പറഞ്ഞ പൊതിഞ്ഞാ നിൽക്കുന്നത്. ആദർശേട്ടൻ ജയിലിലാണെന്ന് ആരോ എന്നെ വിളിച്ചു പറഞ്ഞ ശേഷം ഞാൻ സങ്കടപ്പെടാതിരിക്കാൻ ഏതു നേരം എന്നെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അമ്മയെ സങ്കടപ്പെടുത്തരുതെന്ന് കരുതിയിട്ട് ഞാൻ പലപ്പോഴും സങ്കടം ഒതുക്കിയ ആ ദിവസങ്ങൾ തള്ളി നീക്കിയത്. എന്തിനാ ഇവിടെ കാർ നിർത്തിയത്? നിന്റെ അമ്മ ഉള്ളിയും കിള്ളിയൊന്നും ഇല്ലെന്നൊക്കെ പറയുന്ന കേട്ടു. ഇതുപോലുള്ള കടകളിൽ കയറി കഴിഞ്ഞാൽ വില കുറച്ച് കിട്ടും. നമ്മൾ ഇത്രയും ഗതികേടിലായോ? മോളെ, ഇവിടെ ഹോൾസെയിൽ റേറ്റ് കിട്ടും. കടം പറയാനാണോ? ഇത് പരിചയമുള്ള കടയൊന്നുമല്ല. പിന്നെ ഞാൻ സാധനം വാങ്ങുന്നതിനിടയിൽ നീ വല്ലതും അടിച്ചു മാറ്റാൻ പറ്റുമെങ്കിൽ അടിച്ചു മാറ്റിക്കോണം. ഒരു സഞ്ചി കൂടി എടുക്കേണ്ടതായിരുന്നു അല്ലേ? എടി, അത് അനാമിക അച്ഛനുമല്ലേ? അതെ. പെട്ടെന്ന് വാ. മോളെ, ആ പോയത് ആദർശ് തന്നെയല്ലേ? ആദർശം നയനയോ? വാ നോക്കാം. ജയിലിൽ കിടക്കുന്നവൻ ഈ സമയത്ത് ഇവിടെ എങ്ങനെ വരാനാ? അവരെ പോലെ തോന്നി. ഇനി നമ്മളെ കണ്ടിട്ടാണ് അവര് പോയി കളഞ്ഞത്. നമുക്ക് കടക്കാരനോട് ചോദിക്കാം. വാ ചോദിക്കാം. വാ, ഇപ്പൊ ഇവിടെ നിന്ന് പോയവരറിയോ? ഇല്ല, അവർ ആദ്യമായിട്ട് വരുന്നത്. എന്താ സാറേ? അല്ല, ഞങ്ങളുടെ പരിചയക്കാരനാണോ എന്നൊരു തോന്നല്. അവര് പെട്ടെന്നാണല്ലോ പോയി കളഞ്ഞത്. പൈസ വന്നിട്ട് ബാലൻസ് പോലും വാങ്ങിച്ചില്ല. എന്തോ കുഴപ്പമുണ്ടല്ലോ. എനിക്ക് അവരെ പോലെ തന്നെ തോന്നി. എന്താ സാറേ വേണ്ട? 2 ABC ജ്യൂസും മുട്ട പഫ്സും എടുത്തോണം. മുട്ട ഫ്രഷ് ഇന്നെ തന്നെ എടുത്തോണം. അവനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അഭി പറയായിരിക്കും അത്. അതാ ഞാനും ആലോചിക്കുന്നത്. ആദർശേട്ടാ, അവര് നമ്മളെ കണ്ടു കാണുമോ? അറിയില്ല. നമ്മൾ പെട്ടെന്ന് വണ്ടി കയറിയതുകൊണ്ട് കണ്ടു കാണാൻ ചാൻസ് ഇല്ല. പിന്നെ ഞാനിപ്പോ ജയിലിലാണെന്ന് അറിയാന്നുള്ളതുകൊണ്ട് കൂടുതൽ സംശയിക്കൊന്നുമില്ല. എന്തായാലും ഇനി കറക്കൊന്നും വേണ്ട. എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിലെത്തണം. കുറച്ചുകൂടെ കറങ്ങിയിട്ട് പോയ പോരെ. ഇനി എവിടെയും പോകണ്ട ആദർശേട്ടാ. ഇനി നീ ധൈര്യമായിട്ടിരിക്കുക. ഇതൊക്കെ ഒരു രസമല്ലേ? അച്ഛൻ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അച്ഛൻ അഭിയേട്ടനെ വിളിക്കേ. അപ്പൊ സത്യം അറിയാലോ. ഇപ്പൊ സമയം ഒരുപാടായില്ലേ മോളെ? ഈ സമയത്തൊക്കെ അവൻ എങ്ങനെയാ വിളിക്കുന്നത്? 10-11 മണിയല്ലേ ആയുള്ളൂ. നയനയുടെ മുറിയിൽ ചെന്നിട്ട് മുട്ടി വിളിക്കുമ്പോ അവൾ അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടത് ശരിയാണെന്ന് കരുതാലോ. ഒരു മിന്നായം പോലെ കണ്ടുള്ളൂ. ഇനിയിപ്പൊ അഭിയേട്ടനെ വിളിച്ചു കഴിഞ്ഞാ സംശയം ഉള്ളി വെച്ചോണ്ട് നടക്കണ്ടല്ലോ. ഒരുത്തൻ ജയിലിലാണെന്ന് കരുതി
നമ്മളെല്ലാം സന്തോഷിച്ച് നടക്കുക. നമ്മളെക്കാൾ ഉപരിയാ അഭിയേട്ടന്റെ നവ്യേട്ടത്തിന്റെ ഒക്കെ സന്തോഷം. അതൊക്കെ കണ്ടിട്ട് നമ്മുടെ ശത്രുക്കൾ ചിരിച്ചോണ്ട് നടക്കുകയാണെങ്കിലോ? അങ്ങനെയൊക്കെ ചെയ്യുന്ന കൂട്ടങ്ങളാ വേണോട്ടാ. ചിലപ്പോ അവൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് മുറിക്കകത്ത് ഒളിച്ചിരിക്കുമായിരിക്കും. രാത്രി ആവുമ്പോഴായിരിക്കും കുറുക്കന്മാരെ പോലെ ഭാര്യയും കുട്ടി പുറത്തിറങ്ങുന്നത്. അതിന്റെ ആവശ്യം അവനില്ലല്ലോ. അവൻ ജയിലിലല്ല എങ്കിൽ വീട്ടിലേക്ക് വരുന്ന അവനെന്തിനാ മറ്റുള്ളവർക്ക് മുഖം കൊടുക്കാതെ നടക്കുന്നത്? അതൊക്കെ ഒരു രസം. അഭിയേട്ടനെ അയാളുടെ അമ്മയൊക്കെ ദ്രോഹിക്കുന്നതാണല്ലോ ഇപ്പൊ അവരുടെ സന്തോഷം. അതുകൊണ്ട് ചിലപ്പോ ഇതുപോലുള്ള തിരിച്ചടികളൊക്കെ കൊടുത്തൊന്നും വരാം. നിങ്ങളെ നോക്കിയിരിക്കാതൊന്ന് വിളിക്കും മനുഷ്യ. അതെ ഏതെങ്കിലും ഉറക്കം കെടുത്തലായിരിക്കും. അയാളാ ആ അനാമികയുടെ അച്ഛൻ. അയാളെന്തിനാ എപ്പോഴും നിന്നെ വിളിക്കുന്നത്? അനന്തപുരക്കാരുടെ ശത്രുക്കളൊക്കെ നമ്മൾ എന്തിനാ നവ്യെ പിണക്കുന്നത്? ആ അങ്കിളെ, ആ മോനെ, ആദർശ് തിരിച്ചെത്തിയോ? എന്റെ അറിവിൽ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. രാത്രിയിൽ അങ്കിൾ എന്തെങ്കിലും സ്വപ്നം കണ്ടായിരുന്നോ? അതല്ല അഭി, ഞങ്ങള് രാത്രിയിൽ ഒരു തട്ടുകടയിൽ കയറാനായിട്ട് ചെന്നപ്പോ അവിടെ ആദർശ് നയനയും ഉള്ളതുപോലെ എനിക്ക് തോന്നി. എന്താടാ? അതെന്തൊരു തോന്നലാങ്കിളെ. അവിടേക്ക് ചെന്നപ്പോ അവര് പെട്ടെന്ന് വണ്ടി കയറി പോവുകയായിരുന്നു. പിൻഭാഗമേ കണ്ടുള്ളൂ. ആദർശിനെ നയനെ പോലെ ഞങ്ങൾക്ക് തോന്നി. അത് വെറും ഒരു തോന്നലാവാനാണ് സാധ്യത. എന്തായാലും ഞാൻ ഇങ്ങനെ കണ്ട സ്ഥിതിക്ക് നയന മുറിക്കകത്ത് തന്നെ ഉണ്ടോ എന്നൊന്ന് ചെന്ന് നോക്കും. നവ്യയോട് പറഞ്ഞാൽ മതിയല്ലോ, അവൾ നോക്കുമല്ലോ. ശരി അങ്കിൾ ഫോൺ കട്ടാക്കിക്കോ. ആ പിന്നെ അവിടെ ആദർശ് എത്തിയിട്ടില്ലെങ്കിൽ നീ എന്നെ വിളിക്കണ്ട. എന്റെ സംശയം ശരിയാണെങ്കിൽ മാത്രം വിളിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ വിളിക്കേണ്ടി വരില്ല അങ്കിളെ. ആ എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ശരി. എന്തുപറ്റി? അങ്ങേര് തട്ടുകടലോ മറ്റോ പോയപ്പോ ആദർശനെ നയനെ പോലെ ആരോ കണ്ടെന്ന്. നീ ഒരു കാര്യം ചെയ്യും. എന്തായാലും അങ്ങേര് ഇങ്ങോട്ട് വിളിച്ച സ്ഥിതിക്ക് നീ ഒന്ന് പോയി നോക്കുന്നവയെ. നിന്റെ അനിയത്തെ അവിടെ ഇല്ലെങ്കിൽ അങ്ങേര് പറഞ്ഞ സംശയം നമുക്ക് സീരിയസ് ആയിട്ട് എടുത്തേ പറ്റൂ. ഞാൻ ഇപ്പൊ തന്നെ നോക്കിയിട്ട് വരാം. ശരി. എന്താ ചേച്ചി? ഒന്നുമില്ല. എന്താ ചേച്ചി നോക്കുന്നത്? ഒന്നുമില്ല. ഞാൻ ഇതിനകത്ത് ആരും ഒളിപ്പിച്ചു വെച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഒളിപ്പിച്ചു വെച്ചെന്ന് ഞാൻ പറഞ്ഞോ? അല്ല, പെട്ടെന്ന് വന്ന് ഡോറിൽ മുട്ടുകയും അകത്തോട്ടൊക്കെ നോക്കുകയും ചെയ്തത് കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഒരു തട്ട് തട്ടിയപ്പോ തന്നെ നീ ഡോർ തുറന്നല്ലോ. നിനക്ക് ഉറക്കൊന്നുമില്ലേ? എങ്ങനെ ഉറങ്ങാനാ? ആദർശന്റെ കാര്യം ഓർത്തിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല. ഇങ്ങനെ ഞാനും കുറേ ദിവസം ഉറക്കൊഴിഞ്ഞിരുന്നിട്ടുണ്ട്. അന്ന് എന്നെ സമാധാനിപ്പിക്കാനൊന്നും ആരും ഇല്ലായിരുന്നു. അവനവന് വരുമ്പോഴേ മറ്റുള്ളവർ അനുഭവിച്ച വേദന മനസ്സിലാവും. അത് മനസ്സിലാക്കി തരാൻ തന്നെയാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇത് പറയാനാണോ ചേച്ചി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അല്ല, പിന്നെ ഞാൻ വന്നപ്പോ പറഞ്ഞതേ ഉള്ളൂ. എന്താടാ ഇത്? അവളുടെ മുറിയിൽ അവള് മാത്രമേ ഉള്ളൂ. വെറുതെ ഈ സമയത്ത് തന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നു. മനുഷ്യന് ഉറക്കം പോയി. നമ്മള് പെട്ടെന്ന് വന്നാൽ നന്നായിന്ന് ഇപ്പൊ തോന്നുന്നില്ലേ? ചേച്ചി സംശയത്തോടെയാ ഡോറിൽ തട്ടിയത്. അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയും ചെയ്തു. അപ്പൊ അനാമിക അവളുടെ അച്ഛനും നമ്മളെ കണ്ടു കാണും. കണ്ടിട്ടുണ്ട്. എന്നിട്ട് അവിയെ വിളിച്ച് പറഞ്ഞും കാണും. അല്ലെങ്കിൽ ചേച്ചി ഈ സമയത്ത് വന്ന് ഡോറിൽ മുട്ടേണ്ട കാര്യമില്ലല്ലോ. ഡോറിൽ മുട്ടിയപ്പോ നമ്മൾ അകത്തുള്ളതുകൊണ്ട് ഇനിയിപ്പോ സംശയം ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. ഉടൻ തന്നെ നമ്മൾ ഈ നാടകം നിർത്തുമല്ലോ. അപ്പൊ പിന്നെ സംശയിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും നൈറ്റ് കറങ്ങാൻ പോയതുകൊണ്ട് ഒരു ദിവസത്തെ ഉറക്കം പോയി കിട്ടി. വാ, വന്ന് കിടക്കാൻ നോക്ക്. അപ്പൊ അങ്ങേർക്ക് വെറുതെ തോന്നിയതായിരിക്കും. അതെ, ദുബായിൽ ജയിലിൽ കിടക്കുന്നവൻ അത്ര പെട്ടെന്ന് ഇവിടെ തിരിച്ചെത്താനുള്ള സാധ്യതയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അറിയില്ലായിരുന്നോ? പിന്നെ നമ്മുടെ കാലക്കേടിനെങ്ങാനും അവൻ വന്നോന്നായിരുന്നു എന്റെ സംശയം. ഈ സമയത്ത് ചെന്ന് വിളിച്ചോണ്ടേ അവൾക്ക് സംശയം തോന്നിക്കാണും. അവൾക്ക് സംശയം ഒന്നും കാര്യമൊന്നും നമുക്കൊരു വിഷയമേ അല്ല. നമുക്ക് ഡൗട്ട് ക്ലിയർ ആവണം. അതാണ് നമുക്ക് വേണ്ടത്. നീ വാ കിടക്കാം. എന്റെ ഏറ്റവും വലിയ സ്വപ്നം ഇനി നടക്കേണ്ടത് എൻ ജ്വല്ലറിയിൽ നിനക്കൊരു ജോലി വേണം. അതിനുശേഷം എൻ ജ്വല്ലറി മൂർത്തീസ് ജ്വല്ലറിയുടെ മുകളിലെത്തണം. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര ചെറിയ കാര്യമൊന്നും അല്ല. അതൊക്കെ തന്നെയാണ് എന്റെയും മോഹങ്ങൾ. എന്നെ തഴഞ്ഞ എന്റെ മുത്തശ്ശനും അമ്മാവന്മാരും ആദർശ് ഉൾപ്പെടെയുള്ളവര് അറിയണം നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. ഇനി നീ ഭയന്നും പേടിച്ചൊന്നും നിൽക്കരുത്. നിനക്ക് മറ്റൊരു കമ്പനിയിൽ പോയി വർക്ക് ചെയ്യാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. കാരണം നിന്നെ ഇവിടെയുള്ളവർ പുറത്താക്കിയതാ. അതുകൊണ്ട് നിന്റെ ഭാഗത്താ ശരിയുള്ളത്. നീ മെല്ലെ അവിടെ നിന്ന് പിടിച്ചു കയറിക്കോണം. എന്നിട്ട് എന്റെ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് ജോലിക്കാർ എന്നെ ചിലപ്പോൾ മാനേജർ ആക്കാനുള്ള സാധ്യതയുണ്ട്. അത് മതി. ഞാൻ അവിടെ നിന്ന് പിടിച്ചു കയറിക്കോളാം. നമ്മുടെ രണ്ടുപേരുടെയും വരുമാനം ഉണ്ടെങ്കിൽ പിന്നെ ആരുടെ മുമ്പിലും കൈനീട്ടേണ്ട കാര്യമില്ലല്ലോ. എങ്കിലും മൂർത്തി നമുക്കുള്ള ഷെയർ നഷ്ടപ്പെടുത്താനും പറ്റില്ലല്ലോ. ആ രീതിയിൽ ഒരു 5-6 വർഷം മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ നമുക്കൊരു ചെറിയ ജോലിയൊക്കെ തട്ടിക്കൂട്ടാം.